ചലഞ്ച് വെക്കുവാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തൊരു ചലഞ്ചാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്കാണ്, എന്നാലും ഞാൻ പറഞ്ഞ ഒറ്റ തൊന്തയ്ക്ക് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ ഞാൻ കാണാൻ ശ്രമിക്കാം. മണി ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി കല്യാണി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വുമണാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് പറയാം, അതായത് പാവങ്ങളുടെ നയൻതാര എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ആദ്യത്തെ ഒരു വിവാദം എന്ന് പറയുന്നത് ഇവർ പെണ്ണാണോ എന്ന് പറഞ്ഞപ്പം അവരുടെ മുന്നിൽ പോയിട്ട് ഡ്രസ്സൊക്കെ അഴിച്ച് കാണിച്ചു കൊടുത്തു, ഡ്രസ്സൊക്കെ ഊരിയിട്ട് കാണിച്ചു കൊടുത്തു, ഞാൻ പെണ്ണാണെന്നുള്ള രീതിയിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ അടുത്തൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. അതായത് മണി ഉണ്ടോ എന്ന് ചോദിച്ചവന്, കമൻറ്റുമായിട്ട് വന്നവന് പറഞ്ഞിട്ടുണ്ട് ഇവരെ പേഴ്സണലി കണക്ട് ചെയ്താൽ മതി, മണി ഉണ്ടോ എന്നുള്ളത് കാണിച്ചു കൊടുക്കാമെന്ന്. ആക്ച്വലി എനിക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു പെണ്ണ്, അതായത് ഇവർ ദാറ്റ്സ് ഫൈൻ അല്ലേ, ആണായിട്ട് ജനിക്കുക, എന്നിട്ട് മനസ്സിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു പെണ്ണായിട്ടിരിക്കുമ്പം അതായിട്ട് മാറാനുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലേ, ഇപ്പം എന്താ പറയുക, സൂര്യ, പിന്നെ രഞ്ജുമാൻ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. സീരിയസ്ലി അവരെയൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തികളാണ് അവരൊക്കെ. അവരെയൊന്നും നമ്മൾക്ക് ആർക്കും ഒരു കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ആ സ്ത്രീത്വത്തെ അത്രയധികം ബഹുമാനിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്, ഈ ജാസി, പിന്നെ ഇതുപോലെ ഈ ദീപ്തി കല്യാണി, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ അല്ലേ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്, ഈ ട്രെയിനിലൊക്കെ പിന്നെ നമ്മളെ പിടിച്ച് പൈസയൊക്കെ വാങ്ങിക്കുന്ന കുറേ ആൾക്കാരായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഓടി വരുന്നത്. ആൻഡ് ഓൾസോ അതാണ് ആ ഒരു കമ്മ്യൂണിറ്റിനെ ഫുള്ളും, ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ഫുള്ളും എല്ലാ ആൾക്കാരും വെറുക്കാനും പേടിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്, ഈ ദീപ്തി കല്യാണിനും അതുപോലെ തന്നെ ജാസിനെയൊക്കെ പോലെ കുറേ എവിടെയൊക്കെ വള്ളി വന്നാലും അതൊക്കെ പോയി പിടിക്കുക എന്നുള്ളത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം ഒരു ബില്ല് പാസ്സാക്കിയതിന് ഇവരെല്ലാ ആൾക്കാരും ഇരുന്ന് ഭയങ്കര എന്താ പറയുക, ഞങ്ങൾക്ക് പറ്റത്തില്ല. അതായത് ആക്ച്വലി ആ ഒരു ബില്ലിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗേൾ എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ ഡ്രസ്സ് അഴിച്ചിട്ട് കാണിച്ചു കൊടുത്തെങ്കിൽ ഇവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം ഈ പെണ്ണൊക്കെ, അതായത് ഈ ദീപ്തി കല്യാണി എന്ന് പറയുന്ന ഈ പെണ്ണെന്ന് പറയാൻ പറ്റില്ല, ഇവരൊക്കെ എന്തിനാണ് ഈ ഒരു ബില്ലിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെന്തിനാണ് സമരത്തിന് വരുന്നതിൻ്റെ കാരണം എന്താണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവനൊക്കെ ആരുടെ മുന്നിലും ഡ്രസ്സ് അഴിച്ച് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്തും തുറന്നിട്ട് കാണിച്ചു കൊടുക്കും. അതായത് ഒരു പെണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു നാണം, അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ നീ പെണ്ണാണോടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി നമ്മുടെ തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുകയല്ല ഒരു പെണ്ണും ചെയ്യുന്നത്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഇതുപോലത്തെ ഇവരെ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല, എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ്ലി ഒരു പെണ്ണുങ്ങൾ ഈ നാണം, മാനം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ. ചിലപ്പം ആണുങ്ങളോട് ചോദിക്കുമ്പം ആണുങ്ങൾ പോലും അറയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ ദീപ്തി കല്യാണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ഇവർക്ക് മണി ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. മണിയൊക്കെ കാണിച്ചു തരും നമ്മുടെ എന്താ പറയുക, നമ്മുടെ പാവങ്ങളുടെ നയം. ഇവർ ഈ പെണ്ണാകണം എന്നുള്ളൊരു, ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷനിലൊക്കെ വന്നിട്ട് കുറച്ച് തുണി അഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടുന്നത് കൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. ആക്ച്വലി ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. ഞാൻ മോഡേൺ ഡ്രസ്സ് എടുത്തില്ല എന്നുള്ളതല്ല, മോഡേൺ ഡ്രസ്സ് ഇടുന്നതും സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് തുണി അഴിച്ച് കാണിക്കുന്നതും അല്ലെ നേവൽ കാണിക്കുന്നതും ഇറ്റ്സ് വെരി ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്നോട് വരുമായിരിക്കും, നിങ്ങൾ പലതരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തില്ലേ, അങ്ങനെയുള്ള ഫോട്ടോസും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ലേ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നുന്ന ഡ്രസ്സുകൾ നമുക്കിടാം. അതിനെയൊന്നും ഞാൻ പറയുന്നില്ല. ആക്ച്വലി ഞാൻ പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് തുണി അഴിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ട്രാൻസ് ആയിട്ടുള്ള ഇവർക്കും എന്താ പറയുക, നെക്സ്റ്റ് ഡേ തന്നെ വന്ന് സബ്സ്ക്രിപ്ഷനിൽ വന്ന് തുണി അഴിച്ച് കാണിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പല വീഡിയോസിലും ഇതുപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ കുറേ വ്യൂ ഒക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ ഈ ഒരു ഇതായിട്ട് മാറിയത്. അല്ലാതെ മനസ്സിൽ എനിക്ക് സ്ത്രീ ആവണം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീത്വത്തെ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല. ഇവരൊക്കെ വിചാരിക്കുന്നത് സ്ത്രീ ആയി കഴിഞ്ഞാൽ കുറേ അങ്ങ് കാണിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കുറേ എക്സ്പോസ് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറച്ച് വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു സ്ത്രീത്വത്തെ അത്രയ്ക്കും അപമാനിക്കുന്ന ഒരു ഫീലിങ്സാണ് എനിക്ക് ഇവരെ പോലുള്ളവരെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. പിന്നെ കുറേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യൽ, കുറേ അത് പറയൽ, കുറേ ഇത് പറയൽ, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരിക്കലും
ഇവരൊക്കെ ഒരു ട്രാൻസ് ഒന്നും ആക്ച്വലി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രഞ്ജിമാര് സൂര്യ എന്നൊക്കെ പറയുന്ന ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പെക്റ്റ് തോന്നും. ആക്ച്വലി അവർക്കറിയാവുന്ന നല്ലൊരു ജോലി ചെയ്ത് അവർ ജീവിക്കുന്നതാണ്. പക്ഷേ ഇവരെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കുറച്ച് കാണിക്കുന്നു, കുറച്ച് എക്സ്പോസ് ചെയ്യുന്നു, കുറച്ച് ഇതുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവിടെ പോയി തുണി അഴിച്ച് കാണിക്കുന്നു. ജാസിയൊക്കെ മറ്റേ നമ്മുടെ ഹെലനോസ് പാട്ടേനെ തുണി പൊക്കി കാണിച്ചതുപോലത്തെ അവസ്ഥയാണ്. കാരണം ഇവർക്ക് നാണമില്ല, മാനമില്ല. എന്ത് സ്ത്രീത്വം, എന്താണ് സ്ത്രീ എന്താണ്, അല്ലാതെ കുറേ വെച്ച് കെട്ടി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ കയറ്റി പിടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്ത്രീ ആകത്തില്ല. സ്ത്രീ എന്ന് പറയുമ്പോൾ കുറച്ച് നാണവും കുറച്ച് മാനവും കുറച്ച് അതും ഇതും അങ്ങനത്തെ കുറേ സ്ത്രീകളുടെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ കുറച്ച് വെച്ച് കെട്ടിയിട്ട് മറ്റേ സ്ത്രീനെ പോലെ ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും സ്ത്രീകൾക്ക് അപമാനമാണ് ഇങ്ങനെയുള്ള കുറേ ജന്മങ്ങൾ. അതുപോലെ തന്നെ സ്ത്രീകൾക്കും അപമാനമാണ്, അതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും അപമാനമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇവർക്കൊക്കെ പറയാൻ എന്ത് അല്ലെങ്കിൽ കാണിക്കാൻ എന്ത് അർഹതയാണുള്ളത്, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ മണിയാണെങ്കിലും അല്ലെങ്കിൽ ആര് ചോദിച്ചാലും അവൻ്റെ മുന്നിൽ പോയി തുണി അഴിച്ചിട്ട് കാണിക്കുന്ന ആൾക്കാരും, അതുപോലെ തന്നെ മറ്റേ നമ്മളെ ട്രെയിനിലൊക്കെ ട്രാൻസ് ആൾക്കാരില്ലേ തുണിയൊക്കെ പൊക്കി കാണിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ പിടിച്ച് പറിക്കുന്നത്, ഇവരും തമ്മിൽ എന്താ വ്യത്യാസം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതായത് മാന്യമായിട്ട് ജീവിക്കുന്ന ട്രാൻസിന് പോലും ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറയുമ്പം അപമാനമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചാനൽ സൈനിങ്. ബൈ.